ഗ്യാങ്സിന്റെ പരിസരത്തിൽ വെടിവെപ്പൊക്കെ അടിച്ചോ അടിച്ചോ ബ്രോ. ഇനിയിപ്പോ എന്നോട് എന്താ ചോദിക്കുന്നേ? ഞാൻ ലീഡർ ഒന്നുമല്ല നിങ്ങളെ. അടിക്കോ 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 അടി മേടിക്കോ. തീട്ടക്കണ്ണിയുടെ ലീഡർ ഒന്നും ഞാൻ ആവാറില്ലടാ. മനസ്സിലായോ? എത്ര നാളെ കണ്ടിട്ട് പിടി ഒരു കൊല ഒരു കൊല ഒരു കൊല അല്ല ഞാനൊന്നും ചെയ്തില്ല. എടാ ഞാൻ പറയുന്നത് ഗ്യാങ് ഹൗസിന്റെ ഏരിയ ആണ്. ഇവിടെ എന്താണ് അടിക്കുന്നേന്ന് ചോദിച്ചു. കൊല കാണിക്കല്ലേടാ. അവന്മാര് ചാടി സാമാനം വരെ വായിലിടും. കൊല ഷേപ്പിലുള്ള എന്ത് കണ്ടാലും വായിലിടുന്നവന്മാരാ. ഹലോ ബ്രോ, പറഞ്ഞോ എന്തുപറ്റി? ബ്രോ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ബ്രോ ഇത് ഗ്യാങ് ഹൗസിന്റെ ഏരിയ ആണ്, എന്താണ് ഇവിടെ ഒരു വെടിവെപ്പെന്ന് ചോദിച്ചു. അപ്പൊ അവൻ കേറിട്ട് വെടിവെക്കും നീ ആരാടാ ചോദിക്കാന്നുള്ള രീതി പറഞ്ഞു ബ്രോ. പോയോ? എടാ ഗ്യാങ് ഹൗസിന്റെ ഏരിയ കിടന്ന് വെടിവെച്ച്. അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. ഗ്യാങ് ഹൗസിന്റെ ഏരിയ കിടന്ന് വെടിവെച്ച്. ഞാൻ ചോദിച്ചു ബ്രോ എന്തിനാണ് വെടിവെക്കുന്നത്? വെടിവെക്കും അതിന് നീ ആരാടാ ഉണ്ടാക്കാണെന്ന് ചോദിച്ചത്. എന്റെ അടുത്ത് ചോദിച്ചു. അത് കൊടുത്തു. അത് വേഷ കൊടുത്തിട്ടുണ്ട്. അത് വേഷ കൊടുത്തില്ല കിട്ടി. അവ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വെടിവെക്കായിരിക്കും എന്തെങ്കിലും ചെയ്യും. ഞാൻ ഇത് പറയാനായിട്ട് നിങ്ങളുടെ ലീഡർ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ നീ ഇങ്ങനെ ലീഡർ ആവാൻ പാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ തീട്ടക്കണ്ടികളുടെ ലീഡർ ഒന്നും ഞാൻ ആവത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേ പയ്യൻ പോയി. പയ്യ ഓടി. ഇല്ലില്ല അവരെ സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷൻ അവരെ തമ്മിലാണ് ചിന്ന ഗ്യാങ്സ് തമ്മിൽ ചെറിയ സിറ്റുവേഷൻ. അതിന്റെ ഇത്ര കഴിവുള്ളോ? തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പൊ കണ്ടത്. വേണ്ട സിറ്റുവേഷൻ എടുക്കണ്ട. അമ്മര് PRX ആയിട്ട് ഓൾറെഡി സിറ്റുവേഷൻ ആയി. ഇന്ന് സിറ്റുവേഷൻ എടുക്കണ്ട. ഇന്ന് വേറെ എന്തൊക്കെയാ പരിപാടി ഉണ്ട്. ഞാനായിട്ട് സംസാരിച്ചല്ലാണ്. അവനാണ് റോങ് അടിച്ചിങ്ങോട്ട്. ഞാനായിട്ടൊന്നും പറയുന്നില്ല. സിറ്റുവേഷൻ പറയണം. പിന്നെ നിങ്ങൾ അങ്ങനെ സിറ്റുവേഷൻ പറ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ റേഡിയോയില് പറ അപ്പൊ എല്ലാരും കേൾക്കുമല്ലോ. സംഭവം എന്താ വെച്ചാലാണ് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ സൈഡിൽ നമ്മളെല്ലാരും കൂടെ നിൽക്കുമായിരുന്നു. ഒരു ആനയെ കളിപ്പിച്ചോണ്ട് സിറ്റി ഒരു ആന വന്നായിരുന്നു. അപ്പൊ ആനയെ കളിപ്പിച്ച് നിക്കുമ്പോഴത്തേക്ക് ഈ പെട്ടെന്ന് SRയുടെ വണ്ടിയും PRX കൂടെ എന്തോ അമ്മമാര് തമ്മിൽ തല്ലി നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഏരിയ കിടന്ന്. ഞാൻ ചെന്ന് ചോദിച്ചു ബ്രോ എന്താണ് അടിക്കുന്നത്? നമ്മളിത് നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഏരിയ എന്ന് ചോദിച്ചു. ഗ്യാങ് ഹൗസിന്റെ വിത്തിൻ 100 meters ആണല്ലോ. അപ്പൊ നമുക്ക് ചോദിക്കാലോ. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അടിക്കും നീ എന്തോടുക്കുള്ള രീതിയിൽ അവന്റെ അടുത്ത് എന്തോ ചോദിച്ചപ്പോ ഞാൻ അടിക്കും നീ എന്തോടുക്കുള്ള രീതിയിൽ അവൻ എന്റെ അടുത്ത് പറഞ്ഞു ബ്രോ അടിച്ചോ ബ്രോ എന്തോന്ന് വെച്ചാൽ ചെയ്തോന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പഴത്തേക്ക് ഞാൻ പറഞ്ഞു ബ്രോ അടിച്ചോ ബ്രോ എന്തോന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ലീഡർ ഒന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്കാനെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പഴത്തേക്ക് നിന്നെ ആരും ലീഡർ ആക്കോടാന്ന് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ തീട്ട ഗ്യാങ്ങിന്റെ ലീഡർ ഒന്നും ഞാൻ ആവത്തില്ലെന്ന്. എന്റെ മന്ദാരത്തിനോട് എന്തോ നിങ്ങളൊക്കെ കൊറേ കൊണ്ടതല്ലേ അതിന്റെ. എന്നിട്ട് പിന്നെ 4 പ്രാവശ്യം കിട്ടിയില്ലടാ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ട് പോയി. വണ്ടി എടുത്തങ്ങ് പോയി. പിന്നെ സംസാരിക്കുന്നില്ല. 4 പ്രാവശ്യം കിട്ടിയല്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വണ്ടി എടുത്തങ്ങ് പോയി മന്ദാരത്തിനടുത്ത്. ഇതിപ്പോ എന്താ സിറ്റുവേഷൻ ആക്കണോ? ചോദിക്കണ്ടേണോ? ചോദിക്കണ്ടേത് എടുക്കടാ ചോദിക്കണ്ട എടാ നമ്മള് നാളുണ്ടോ അണ്ണാ? നമ്മള് 14 പേരായി. ആളുണ്ടോ കളിക്കാൻ ആളുണ്ടോ? ആകെ ഒരാള് മാത്രമുള്ള സിറ്റിയില്. അമ്മാരെ സിറ്റിന്ന് പോയി. അമ്മാർക്ക് ആക്ച്വലി സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നു. അയ്യോ അമ്മാരെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയടാ.
അണ്ണാ ഞാൻ എവിടെ വെച്ചാ ചോദിച്ചെന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടെ ഫ്രണ്ടിട്ട് പോണം. 100 മീറ്റർ കാണിച്ചു തരാം. കുറച്ചുകൂടെ ഇനിയും 100 മീറ്റർ നോക്കണം. ഇനിയും പോണം. ഇവിടെ ഇതാണ് 100 മീറ്റർ കേട്ടോ. ഇതാണ് 100 മീറ്റർ. പക്ഷെ അടി ഉണ്ടാക്കി എവിടെ വെച്ചാന്നറിയാവണ നമ്മുടെ സ്റ്റെയർ കേസിൽ ഉണ്ടാക്കിയത് അവിടെ അടി ഉണ്ടാക്കിയ അവിടെ വെച്ചാണ്. മനസ്സിലായ ഗ്യാങ്സിന്റെ നിയർലി ഫ്രണ്ടിലായിട്ട്. എടാ കണ്ണാപ്പി ഇത് ഗ്യാങ്സിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. അല്ലല്ല അണ്ണ അണ്ണ അവന്മാര് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ അടി ഉണ്ടാക്കിയതാണ്. ബാക്കിലോട്ട് ഞാൻ പറഞ്ഞത് അടി ഉണ്ടാക്കി അണ്ണ ബാക്കിലോട്ട് പറഞ്ഞത്. അതെ ഇത് ഇവിടെ ആയിട്ട് വരും. കുറച്ചുകൂടെ ഫ്രീഡം കൊടുത്താൽ നമ്മൾ ഗ്യാങ്സിന്റെ അകത്ത് കയറി. എന്താ ബാബാ കണ്ണാപ്പി മോനെ ഒന്ന് വണ്ടി ഇറങ്ങി വാ. കണക്ക് പഠിപ്പിച്ചേരാം. നമ്മുടെ നമ്മുടെ സർവർ 100 മീറ്റർ അല്ല. എന്തൊരു ചെറുക്കനല്ലേ അത് അല്ലേ? അതെനിക്കറിയത്തില്ല. ഇവിടെ ഗ്യാഗോസ് ഇവിടെ ഇറങ്ങിയ ഈ കറുത്ത കളർ ഇങ്ങോട്ട് കയറി. ഇത് ഗ്യാങ്സ്, ഇത് സിറ്റി. സിറ്റി, ഇത് ഗ്യാങ്സ്, ഇത് സിറ്റി. മനസ്സിലായോ? അപ്പൊ ഞാൻ നാളെ SRയുടെ ഗ്യാങ്സിന്റെ ഇതേപോലത്തെ ഒരു അളവ് നമുക്ക് 2 വെടിയൊക്കെ വെച്ച് നോക്കട്ടെ. തമ്മിൽ തല്ലിയൊക്കെ നോക്കട്ടെ. നോക്ക് അവരിടപെടുവാണെങ്കിൽ നമുക്ക് ബാക്കി എടുക്കാം. 4 പേരെ കൂട്ടിക്കൊണ്ട് പോട്ടെ. 4 പേരെ കൂട്ടി പോണം. അല്ലാതെ അതൊന്നും ഇതായിട്ട് പോയി ചെയ്തോ. എന്നിട്ട് നാളെ അമ്മമാര് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. പക്ഷെ അമ്മമാർ ഇവിടെ വെച്ചല്ലേ വെടിവെച്ചേ. അമ്മമാർ അത്രയും ദൂരത്തല്ലേ വെടിവെച്ചേ. ഇവിടെ വെച്ചാലാണ് വെടിയൊക്കെ പോകുന്നത്. ഇതേ അവന്മാർ ഇതേ ഡിസ്റ്റൻസ് ഞാൻ പോലും വെടിവെക്കും. പിന്നെ ഇടയ്ക്ക് 2 വെടി ഗ്യാങ്സിന്റെ ഉള്ളിലോട്ടും കയറിയായിരുന്നു അവര് ഫൈറ്റ് ചെയ്യുന്ന. ഹലോ ആരാണ് ഡ്രൈവർ? ഉസ്മാനാട്ടാ. മനസ്സിലായി ഉസ്മാനെ? ഉസ്മാനെ വന്നോ നീ? എന്റെ പൊന്നു ഉസ്മാനെ, വാസുവിന്റെ ആധാരൊക്കെ എടുത്ത് വെച്ചിട്ട് നിൽക്കും. അത് ലേറ്റായി പോയല്ലോ നീ. അപ്പൊ ഇതാണ് ഉസ്മാൻ. മനസ്സിലായി ഉസ്മാനെ? പിന്നെ അപ്പാപ്പന് ഞാനും കമ്പനിയാ. നമ്മളെ പിന്നെ ചങ്ക് വണ്ടീസല്ലേ? ചങ്ക് വണ്ടീസാ. എടാ ഉസ്മാനെ, നീ എന്നാൽ എന്ത് പണിയാ ഉസ്മാനെ കാണിച്ചേ? എന്തെയാ ഇത്രയും നേരം വാസവ കാത്തു നിൽക്കുമല്ലായിരുന്നു നിന്നെ? എവിടെയായിരുന്നു ഇത്രയും നേരം? എന്റെ അടുത്ത് അഡ്മിയും പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും പോയി നിൽക്കരുത്. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാറുന്നില്ലേ ഞാൻ. അയ്യോ, ആരാ അങ്ങനെ പറഞ്ഞേ? നന്നായോ ഉസ്മാനെ നീ? ഞാൻ നന്നായി. ഇനി പുറത്തത്തെ കാര്യം സംസാരിക്കൂല. അഡ്മിൻ വഴക്ക് പറഞ്ഞല്ലേ? പറഞ്ഞൊന്നുമില്ല. ഞാൻ പിന്നെ നന്നായല്ലേ? നീ ഞങ്ങള് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് മലാക്കിന്റെ ഒപ്പം. എന്റെ പുതിയ വണ്ടി നോക്കിയ നീല വണ്ടി ബാക്കിലോട്ട് ഏതാ? ഇതാണോ? മെറ്റൊന്നും അല്ല. അങ്ങനെയുണ്ട്. മെറ്റല്ല, അവൻ ഇവിടെ നിക്കുവായിരുന്നു ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് ചില്ലാവുക.